പറയാ 73 ആറാടനല്ലേ എന്താ എനർജി ഒക്കെ ഉണ്ട്, പക്ഷെ പടം പോലെ 500 കോടി 5 പൈസക്കില്ല. ചേട്ടൻ സെക്കൻഡ് പോസ്റ്റർ പുറത്തുവിട്ട് പറഞ്ഞായിരുന്നു മമ്മൂക്കാന്റെ വയസ്സ് 72 50 പറഞ്ഞു. പുള്ളി 40 ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അമ്മാരി ഫൈറ്റ് ആയിരുന്നത്. അടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇല്ല, മലയാള പടം ഇല്ല. സൂപ്പർ അടി, ഗംഭീര പടം, സൂപ്പർ. അടിപൊളി പടം, രോമാഞ്ചം മാത്രം, കൂടുതലൊന്നും പറയാനില്ല. ഒരു അഴിഞ്ഞാട്ടമാണ് നടന്നത്. അത് ക്ലൈമാക്സ്, ഡോണ്ട് മിസ് ഇറ്റ് ഗൈസ്. സീരിയസ്ലി ലാസ്റ്റത്തെ കുറച്ച് മണിക്കൂറുകൾ എന്താ നടന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. മസ്റ്റ് വാച്ച്. രണ്ടാം പ്രാവശ്യം എന്തായാലും വരണം. പൊളിച്ചു, സൂപ്പർ പടം. അല്ലേ എല്ലാ ആക്ഷൻ. 73 വയസ്സിൽ നല്ല ആക്ഷൻ, അടിപൊളി, അടിപൊളി മാസായി. നല്ല സിനിമ, അടിയോടടി, ഒരു രക്ഷയില്ല, സൂപ്പർ പടം. പൊളിച്ചൂല, ഒരു രക്ഷയില്ലാത്ത പടം, ഒന്നും പറയാനില്ല, പൊളിച്ചു പടം. 500 കോടി 5 പൈസക്കില്ല. അടിപൊളി. എന്താ പറയാ 73 ആറാടനല്ലേ എന്താ എനർജി ഒക്കെ ഉണ്ട്, പക്ഷെ പടം പോലെ തകർത്തു. അടിപൊളി പടമാണ്. ഇതുവരെ കണ്ടിട്ടില്ല ഇത്ര നല്ല സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. അടിപൊളിയായിരുന്നു. ഓരോ അട്ടി ഇട്ടി പോലെ ഉണ്ടായിരുന്നു. ഇത് വൈശാഖേട്ടൻ സെക്കൻഡ് പോസ്റ്റർ പുറത്തുവിട്ട് പറഞ്ഞായിരുന്നു മമ്മൂക്കാന്റെ വയസ്സ് 72 50 പറഞ്ഞു. പുള്ളി 40 ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അമ്മാരി ഫൈറ്റ് ആയിരുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പുള്ളി ഒരു മെയ് വഴക്കല്ല. ഇന്ന് സെക്കൻഡ് ഹാഫിൽ ആദ്യം തിമർക്കാണ്. പിന്നെ ഏറ്റവും അടുത്ത് വേണ്ടത് മറ്റേ വില്ലൻ രാജ്ബി ഷെട്ടി. പുള്ളി അസലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ മലയാളത്തിലെ ഫസ്റ്റ് മൂവിയാണ് കണ്ടാൽ പറയില്ല. അത്ര രീതിയിലാണ് പുള്ളി പാട്ടി വിളിച്ചിരുന്നത്. പിന്നെ എടുത്തു വേണ്ടത് സുഷിന്റെ ശിഷ്യനാണെന്ന് ഈ പടത്തിൽ ക്രിസ്റ്റോസ് ഇവർ തെളിയിച്ചു. അജാദ് മ്യൂസിക് ആയിരുന്നു പടത്തിൽ. ഓൾറൗണ്ട് ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ഫൈറ്റ് സീനൊക്കെ അടിപൊളി. ഫാമിലിക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ അടിപൊളി പടമായിരുന്നു. സൂപ്പർ പടം. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന തരത്തിലാണ് വൈശാഖണ്ണൻ എടുത്തു വെച്ചിരിക്കുന്നത്. മോൺസ്റ്റർ കണ്ട് വെറുപ്പ് തോന്നിയ വൈശാഖണ്ണനോട് വീണ്ടും ഒരുപാട് ഇഷ്ടം തോന്നിയിരിക്കുകയാണ്. ക്ലൈമാക്സിൽ ഓരോ മലയാളിക്കും രോമാഞ്ചം തരുന്ന ഒരു സസ്പെൻസ് കൂടെ വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പോയി കാണണം. മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി തിയേറ്ററിക്കൽ ഗ്രോസ് ചിത്രമായിരിക്കും.